റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ക്യാൻസർ ചികിത്സയുടെ ഭാഗമായുള്ള ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ചാൾസ് രാജാവ് നേരിടുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച രാജാവിനെ ആശുപത്രിയിൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി. ബക്കിംഗ്ഹാം കൊട്ടാരം ഈ കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. ക്യാൻസർ ചികിത്സയുടെ ഭാഗമായുള്ള ചില പാർശ്വഫലങ്ങൾ രാജാവിനെ ബാധിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ആശുപത്രിയിലെ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം രാജാവ് ക്ലാരൻസ് ഹൌസിലേക്ക് മടങ്ങി. അവിടെ അദ്ദേഹം ഔദ്യോഗിക കടമകൾ നിർവഹിക്കുന്നത് തുടരുകയാണ്. എന്നാൽ വൈദ്യോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന ബർമിംഗ്ഹാം പര്യടനം റദ്ദാക്കിയിട്ടുണ്ട്. 76 വയസ്സുകാരനായ രാജാവിന് ബർമിംഗ്ഹാമിൽ 4 പരിപാടികളിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. നിലവിലെ ആരോഗ്യസ്ഥിതിയുടെ വെളിച്ചത്തിൽ ബർമിംഗ്ഹാമിൽ രാജാവ് പങ്കെടുക്കാനിരിക്കുന്ന എല്ലാ പരിപാടികളും മാറ്റിവെച്ച് രാജാവിന്റെ ആരോഗ്യസ്ഥിതി വ്യാഴാഴ്ച 3 അംബാസഡർമാരുമായുള്ള കൂടിക്കാഴ്ചയും ബാധിച്ചതായി ബക്കിംഗ്ഹാം കൊട്ടാരം വക്താവ് പറഞ്ഞു. തന്റെ മകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ താൻ നേരിട്ട നിരുത്തരവാദപരമായ പെരുമാറ്റത്തിന്റെ വേദനകൾ പങ്കുവെച്ച് അതേ ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ച ഡോക്ടർ 2023 ജനുവരിയിലാണ് സംഭവം നടന്നത്. ഗുരുതരമായ രോഗിയായ മകനെ ഡോക്ടർ താൻ ജോലി ചെയ്യുന്ന ഈസ്റ്റ് ലണ്ടനിലെ ആശുപത്രിയിലാണ് ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത്. അവിടെ അവൻ സെപ്സിസ് ബാധിച്ച് മരണമടയുകയായിരുന്നു. മെനിഞ്ചൈറ്റിസ് സെപ്സിസായി വികസിച്ചതിനെ തുടർന്ന് ഹെർമറ്റൺ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് 24 മണിക്കൂറിനുള്ളിൽ വില്യം ഹ്യൂസ് മരിച്ചു. തന്റെ മകന്റെ മരണത്തെ തുടർന്ന് ഡോക്ടർ ഡൊബോറ ബോൺസിന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണത്തിൽ ആന്റിബയോട്ടിക്കുകളും മറ്റു മരുന്നുകളും രോഗിക്ക് യഥാസമയം ലഭിച്ചില്ലെന്നാണ് കണ്ടെത്തിയത്. UK-യിൽ ഇരുമ്പ് യുഗത്തിലെ ഒരു പ്രധാന ശേഖരണം കണ്ടെത്തി. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടനിലെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തീർത്തും മാറ്റിമറിക്കുന്നതാണ് പുതിയ കണ്ടെത്തൽ. നോർത്ത് യോർക്ക്ഷയറിലെ മെൽസൺബിക്ക് സമീപമാണ് നിധി കണ്ടെത്തിയത്. ഇതിൽ ക്ലോഡിയസ് ചക്രവർത്തിയുടെ കീഴിലുള്ള റോമൻ അധിനിവേശ കാലത്ത് എന്ന് കരുതപ്പെടുന്ന 1-ാം നൂറ്റാണ്ടിലെ 800-ലധികം വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. നോർത്തേൺ ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗവും നിയന്ത്രിച്ചിരുന്ന ബ്രിഗൻസ് എന്ന ഗോത്രവുമായി ഈ വസ്തുക്കൾ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. വണ്ടികളുടെയോ രഥങ്ങളുടെയോ ഭാഗങ്ങൾ, 28 ടയറുകൾ, കുറഞ്ഞത് 14 കുതിരകൾക്കുള്ള കവചങ്ങൾ, കടിഞ്ഞാൻ കഷ്ണങ്ങൾ, ആചാരപരമായ കുന്തങ്ങൾ, 2 അലങ്കരിച്ച കുടങ്ങൾ എന്നിവ നിധിശേഖരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇരുമ്പുയുഗ ഗോത്രങ്ങൾക്കിടയിലെ സമ്പദ് പദവി, വ്യാപാരം, യാത്ര എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ പുനർനിർമ്മിക്കുവാൻ പുതിയ കണ്ടെത്തലിന് കഴിഞ്ഞേക്കാം. UK-യുടെ 2025-ലെ വളർച്ചാ നിരക്ക് നേരത്തെ പ്രവചിച്ചതിന്റെ പകുതിയാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി ആണ് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. 2025 സാമ്പത്തിക ഉൽപാദനം 1.9% വർദ്ധിക്കുമെന്നായിരുന്നു OBR-ന്റെ നേരത്തെയുള്ള പ്രവചനം. ഇതാണ് വെട്ടിക്കുറച്ച് 1% കുറച്ചത്. വളർച്ചാ നിരക്കിൽ കുറവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ചാൻസലർ റേച്ചൽ റീവ്സിന്റെ കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടികളിലേക്ക് തിരിയുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് കോൺഗ്രസ് MP ഇമ്രാൻ പ്രതാപ് ഗർഹിക്കെതിരെ ഗുജറാത്ത് പോലീസ് ചുമത്തിയ FIR സുപ്രീം കോടതി റദ്ദാക്കി. പ്രകോപനപരമായ ഗാനം എഡിറ്റ് ചെയ്ത ശേഷം സമൂഹമാധ്യമം വഴി പ്രചരിപ്പിച്ചു എന്ന കേസിലാണ് ജസ്റ്റിസുമാരായ അഭയ് SOK, ഉജ്വൽ ഭൂയൻ എന്നിവരുടെ ബെഞ്ചിന്റെ നടപടി. വിമർശനങ്ങൾ സ്വന്തം അധികാരത്തിനും പദവിക്കും എതിരാണെന്ന് ചിന്തിക്കുന്നവരുടെയോ എപ്പോഴും അരക്ഷിതാവസ്ഥ തോന്നുന്നവരുടെയോ നിലവാരം വെച്ച് ഒരു വാക്കുകളിലൂടെയോ എഴുത്തിലൂടെയോ ഉള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അളക്കരുതെന്ന് കോടതി പറഞ്ഞു. വ്യക്തികളുടെയും ഒരു കൂട്ടം ആളുകളുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യം ആരോഗ്യമുള്ള സംസ്കാരമുള്ള ഒരു സമൂഹത്തിന്റെ അവശ്യ ഘടകമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിൽ ഉറപ്പുതരുന്ന അന്തസ്സുറ്റ ജീവിതം നയിക്കുവാൻ കഴിയില്ല. 6 സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതികൾ പരിഹരിച്ച് അന്തിമ വോട്ടർ പട്ടിക മെയ് 5-ന് പ്രസിദ്ധീകരിക്കുവാൻ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. ഗുജറാത്ത്, ബംഗാൾ, മണിപ്പൂർ, കേരളം, പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. ഗുജറാത്ത്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ 2 മണ്ഡലങ്ങളിലെയും ബംഗാൾ, മണിപ്പൂർ, കേരളം, പഞ്ചാബ് എന്നിവിടങ്ങളിലെ ഓരോ മണ്ഡലങ്ങളുമാണ് ഉപതെരഞ്ഞെടുപ്പ്. കേരളത്തിൽ നിലമ്പൂരിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. എക്സൈസ് വകുപ്പിൽ 65 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തിക സൃഷ്ടിച്ച് സർക്കാർ ഉത്തരവിറക്കി. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തു. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നിയമനം നടത്തുക. ഓരോ ജില്ലയിലും 7 നിയമനങ്ങളാണ് നടത്തുക. തിരുവനന്തപുരം 5, കൊല്ലം 6, പത്തനംതിട്ട 7, ആലപ്പുഴ 4, കോട്ടയം 5, ഇടുക്കി 2, എറണാകുളം 3, തൃശൂർ 4, പാലക്കാട് 5, മലപ്പുറം 4, കോഴിക്കോട് 4, വയനാട് 5, കണ്ണൂർ 7, കാസർഗോഡ് 4 എന്നിങ്ങനെയാണ് പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന തസ്തികകൾ. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2025 ഏപ്രിൽ 16 അവസാനിക്കാനിരിക്കെയാണ് സർക്കാർ തീരുമാനം. ഇനി കായിക വാർത്തകൾ. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സ്ഥാനക്കാരായ കൊൽക്കത്ത മോഹൻ ബഗാനും FC ഗോവയും നേരിട്ട് സെമിഫൈനലിൽ എത്തിയപ്പോൾ 3 മുതൽ 6 വരെ സ്ഥാനങ്ങളിലുള്ള 4 ടീമുകളാണ് പ്ലേ ഓഫ് കളിച്ച് സെമി ബർത്ത് നേടുവാൻ രംഗത്തുള്ളത്. നാളെ ആദ്യ പ്ലേ ഓഫിൽ ബംഗളൂരു FCയും മുംബൈ സിറ്റി FCയും ഏറ്റുമുട്ടും. 30-ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ FCയെ നേരിടും. ഈ മത്സരങ്ങളിലെ വിജയികൾ സെമിഫൈനലിൽ ഗോവയ്ക്കും ബഗാനും എതിരാളികളാവും. ഏപ്രിൽ 2, 3, 6, 7 തീയതികളാണ് ഇരുപാദ സെമിഫൈനലുകൾ. ഏപ്രിൽ 12-നാണ് ഫൈനൽ. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 110.83 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.
Radio Lime.